ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയ ചെടികളുടെ ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പുതിയ ചെടികളും ഇത്തവണ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ കൂടുതലും ഓൾ സീസൺ പ്ലാന്റുകളാണ്. ഫസ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ കരീന എന്ന പ്ലാന്റാണ്. ഇതിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയായി വളർത്താവുന്ന പ്ലാന്റാണ്. പോട്ടിലും നിലത്തും നമുക്ക് അനായാസം വളർത്തിയെടുക്കാവുന്നതാണ്. മാത്രമല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. വൈറ്റ് പെട്രിയ കുറ്റിച്ചെടിയായും ക്രീപ്പറായും നമുക്ക് വളർത്താവുന്നതാണ്. ഇതിപ്പോൾ ഒരു പോട്ടിലാണ് വളർത്തിയിരിക്കുന്നത്. പോട്ടിലായാലും നിലത്തായാലും ഇതിനെ നന്നായിട്ട് തന്നെ പൂക്കളോട് കൂടി നിലനിർത്താനായിട്ട് സാധിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 70 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ട്രംപറ്റ് വൈനാണ്. ട്രംപറ്റ് വൈന് ഒരു സീസണൽ പ്ലാന്റ് ആണ്. വർഷത്തിൽ ഒരു തവണയാണ് ഇതിന് പൂക്കൾ ഉണ്ടാകുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അരൂത പ്ലാന്റ് ആണ്. അരൂത ഒരു ഔഷധ ഗുണമുള്ള പ്ലാന്റ് ആണ്. പാമ്പുകളൊക്കെ വരുന്നത് ഒരുപാട് തടയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ബാമ്പു പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ സീഡ്ലിങ്ങിന്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത്. ബോർഡർ പ്ലാന്റായും വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് മജന്ത ഡെയ്സിയാണ്. ഇത് അടുത്ത കാലത്താണ് നമ്മുടെ നഴ്സറികളിലൊക്കെ ലഭ്യമായി തുടങ്ങിയത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ജോൺ ക്രീപ്പറാണ്. ഇത് നമ്മുടെ പിങ്ക് ടെക്കോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ടെക്കോമയുടെ സെയിം ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. അല്പം ഒന്ന് ക്രീപ്പ് ചെയ്ത് പോകുമെന്ന് മാത്രം. നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട്ലോൺ മെഗാ പൊട്ടാമിക്കോ ആണ്. ഇത് അബൂട്ട്ലോണിൻ്റെ ഒരു ക്രീപ്പിംഗ് വെറൈറ്റിയാണ്. ചെറിയ ലീഫുകളും ചെറിയ ചെറിയ പൂക്കളോടും കൂടി നിറഞ്ഞു പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. ഓൾ സീസണായിട്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ മോർണിംഗ് ഗ്ലോറിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് വരുന്ന പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബാംബു ഓർക്കിഡാണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന എന്നാൽ കുറഞ്ഞ പരിചരണത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ, ഡയറക്റ്റ് സൺലൈറ്റിൽ മണ്ണിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ബാംബു ഓർക്കിഡ്. അടുത്തതായിട്ട് വരുന്നത് കുലുക്കിച്ചെടി എന്നറിയപ്പെടുന്ന പൂമ്പാറ്റ ചെടിയാണ്. പൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഒരു പ്ലാന്റിനുണ്ട്. സീഡ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 50 രൂപയാണ് ഈ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഗ്ലോറി പവറാണ്. മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു. പോട്ടിലും നിലത്തുമെല്ലാം വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ ലോലിപ്പോപ്പാണ്. എല്ലാ സമയങ്ങളിലും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ലോലിപ്പോപ്പ് പ്ലാന്റ്. യെല്ലോ ഷെയ്ഡിലുള്ള ഈ ഒരു പ്ലാന്റ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഡെയ്സിയാണ്. പിങ്ക് ഡെയ്സിയുടെ മൾട്ടി പെറ്റൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ്. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് ഫ്ലവറുള്ള പ്ലാന്റ് അല്ല, ചെറിയ സീഡ്ലിംഗ് പ്ലാന്റുകളാണ്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ഡോളാണ്. ഇൻഡോറായി വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണിത്. നിത്യഹരിത സസ്യം കൂടിയാണ് ഈ ചൈന ഡോള്. ചെറിയൊരു ഷെയ്ഡിൽ വളർത്തിയെടുക്കാവുന്നതാണ്. പൂക്കളേക്കാൾ ഭംഗിയുള്ള ഇലകളുള്ള ഒരു പ്ലാന്റാണ് ബ്രൈനിയ പ്ലാന്റ്. അടുത്ത കാലങ്ങളിലാണ് ഈ ഒരു വെറൈറ്റി നമ്മുടെ നഴ്സറികളിലൊക്കെ വന്നു തുടങ്ങിയത്. 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. ഒരു കുറ്റിച്ചെടിയായി വളർത്താവുന്ന പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ മെഡ്നില്ല പ്ലാന്റ് ആണ്. മെഡ്നില്ലയെ ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്തുന്നതാണ് കൂടുതൽ ഉത്തമം. ഡയറക്റ്റ് സൺലൈറ്റിലായി കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ചെറിയൊരു പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ഡിൽ എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വളർത്തുകയാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞ് എല്ലാ സമയങ്ങളിലും മെഡ്നില്ല പ്ലാന്റിൽ പൂക്കളുണ്ടാകും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ലില്ലി പില്ലി ഫ്രൂട്ടാണ്. 90 രൂപയാണ് ഇത്തവണ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെച്ചർ ആവുന്നതിന് മുമ്പ് തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റയാണ്. അതിൻ്റെ ബ്ലൂ കളറാണ്. നമുക്ക് കുറ്റിച്ചെടിയായി വളർത്താൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണിത്. ചെറിയ പ്ലാന്റുകളിൽ തന്നെ പൂക്കളാവുന്നു.
നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതി പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റിയുടെ പൂക്കൾക്ക് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. നല്ല മെറൂൺ ആൻഡ് റെഡ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. ഇലകളാണെങ്കിൽ വലിയ ഇലകളും ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതം പ്ലാന്റ് ആണ്. 220 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പാരിജാതം പ്ലാന്റിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കുറച്ച് സമയം കൊണ്ട് ഒരു മരം പോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പാരിജാതം. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് കനകാംബരമാണ്. ഇത് ചെറിയ കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ, എല്ലാ തഴുപ്പിലും പൂക്കളാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു ഫ്രൂട്ടാണ്, മാംഗോസ്റ്റീനാണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് മാംഗോസ്റ്റീന് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഐസ്ക്രീം ബീനാണ്. ഇതൊരു വിദേശ ഫ്രൂട്ടാണ്, എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി കായുണ്ടാകുന്നു. അടുത്തതായിട്ട് ഒലിവ് പ്ലാന്റ് ആണ്. ഒലിവ് പ്ലാന്റിൻ്റെ ലെയർ ചെയ്ത പ്ലാന്റിന് 180 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ഹോയയുടെ ഹാങ്ങിങ് പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് ഈ പ്ലാന്റ് അയച്ചു തരുന്നത്. പൂക്കളും മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ടൊക്കോമയാണ്. വെരിഗേറ്റഡ് ടൊക്കോമയുടെ സീഡ്ലിംഗ് പ്ലാന്റിന്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ്. ഇത് അല്പം ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വിൻ്റർ ജാസ്മിൻ ആണ്. വിൻ്റർ ജാസ്മിൻ നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അല്പം ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ ആണ്. മഡഗാസ്കർ ജാസ്മിൻ്റെ വലിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ചില പ്ലാന്റുകളിലൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. റെഡ് ലെഗസ്ട്രോമിയയുടെ നല്ല മെറൂൺ ഷെയ്ഡിലുള്ള ലീഫും റെഡ് ഫ്ലവറും ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് 130 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് പിങ്ക് ലെഗസ്ട്രോമിയാണ്. പിങ്ക് ലെഗസ്ട്രോമിയയ്ക്ക് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് കുറ്റിച്ചെടിയായി വളർന്ന് എല്ലാ വർഷവും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഒരു തവണ പൂക്കൾ ഉണ്ടായാൽ ഒരുപാട് കാലം അത് നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇലഞ്ഞി പ്ലാന്റ് ആണ്. ഇലഞ്ഞിയുടെ സീഡ്ലിങ്ങിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് റൂട്ടി റോസ്പോളിയ എന്നറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഇതിൻ്റെ പൂക്കൾക്ക് ഓർക്കിഡിൻ്റെ ഒക്കെ ഒരു പൂവിനോട് സാമ്യം തോന്നാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ജാസ്മിൻ ആണ്. നിറഞ്ഞു പൂക്കളുണ്ടാവുന്ന നല്ല സുഗന്ധം പരത്തുന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വാട്ടർ ജാസ്മിൻ. നിലത്തും ചട്ടിയിലും ഒരുപോലെ വളർത്താവുന്ന കുറഞ്ഞ പരിചരണമുള്ള ഒരു പ്ലാന്റാണ് വാട്ടർ ജാസ്മിൻ്റേത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് റോസീഡയാണ്. വൈറ്റ് റോസീഡ അങ്ങനെ കോമണായി കാണുന്ന ഒരു പ്ലാന്റ് അല്ല. യെല്ലോ റോസീഡയാണ് പിന്നെയും കൂടുതലായി കാണാറുള്ളത്. വൈറ്റിന് 130 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് യെല്ലോ റോസീഡയാണ്. യെല്ലോ റോസീഡയ്ക്ക് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. 3 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ റെഡ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. റെഡ് റോസീഡയ്ക്കും 120 രൂപയാണ് പ്രൈസ് വരുന്നത്. പൂക്കളൊക്കെ ആയി തുടങ്ങിയ അത്യാവശ്യം മെച്ചുറായ പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് മാജിസ്റ്റിക് പ്ലാന്റ് ആണ്. ബ്രോംലിയാഡ് എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ലിറ്റിൽ ജോൺ പ്ലാന്റ് ആണ്. നമ്മുടെ ബോട്ടിൽ ബ്രഷിൻ്റെ പൂക്കളോട് സാമ്യമുള്ള ഈ പ്ലാന്റ് കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് റെഡ് നൈറ്റ് ക്യൂൻ ആണ്. റെഡ് നൈറ്റ് ക്യൂൻ്റെ ഒരു പ്രത്യേകത രാത്രി സമയങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും ഇത് പൂക്കളുണ്ടാകും. എന്നാൽ രാത്രിയിലാണ് ഇത് സുഗന്ധം പരത്തുന്നത്. അടുത്തതായിട്ട് വോങ്ക പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. കുറഞ്ഞ കാലങ്ങളെ ആയിട്ടുള്ളൂ ഇത് നമ്മളുടെ കൈകളിലൊക്കെ എത്തിത്തുടങ്ങിയിട്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവയ്ക്ക്. അടുത്തതായിട്ട് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ്. ചെറിയ പ്ലാന്റിൽ തന്നെ ഒരുപാട് മെച്ചുറാവുന്നതിന് മുമ്പ് തന്നെ ചെറിയ പ്ലാന്റുകളിൽ പൂക്കളുണ്ടാവുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. നെക്സ്റ്റ് വൺ വരുന്നത് നിക്കാഡിയ പ്ലാന്റ് ആണ്. ഒരുപാട് വാട്ടറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് നിക്കാഡിയ പ്ലാന്റ്. പൂക്കൾ പോലെ തന്നെ ഇലകൾക്കും വളരെ ഭംഗിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യ ഓരോ നോഡിൽ നിന്നും പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അവക്കാഡോയുടെ പുള്ളോക്ക് വെറൈറ്റിയായ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്.
ഇത് എല്ലാ കാലാവസ്ഥയിലും കേരളത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിൽ പോലും നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. 2 വർഷം കഴിയുമ്പോഴേക്കും ഇതിൽ കായകൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. സ്ട്രോബിലിയാന്തസ് എന്നാണ് ഇതിൻ്റെ പേര്. 30 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റുകളിൽ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. കുറ്റിച്ചെടിയായി വളർത്താൻ പറ്റുന്ന നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഗാർഡീനിയ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ സീഡ്ലിങ്ങിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതൊരു കുറ്റിച്ചെടിയാണ്. റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നാണ് ഇതിൻ്റെ പേര്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മിക്കി മൗസ് എന്ന പേരിലും ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്, പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹോയാണ്. വൈറ്റ് ഹോയയുടെ ജിഫി പ്ലാന്റുകളാണ് അയക്കുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നെക്സ്റ്റ് വൺ ഹിബിസ്കസ് ഡിലീഷ്യസ് ആണ്. ഹിബിസ്കസിൻ്റെ ഫാമിലി പെട്ടൊരു പ്ലാന്റ് തന്നെയാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 130 രൂപ. അടുത്തതായിട്ട് പിങ്ക് ഹൈഡ്രാഞ്ചിയയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റുകളായിരിക്കില്ല, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് ഹൈഡ്രാഞ്ചിക്ക് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക്കിൻ്റെ ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. പിങ്ക് പാസിഫ്ലോറ. ചെറിയ പ്ലാന്റിൽ തന്നെ നമ്മൾ പോട്ടിൽ വളർത്തിയെടുത്താൽ പോലും നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ക്രീപ്പറാണ് പിങ്ക് പാസിഫ്ലോറയുടേത്. അടുത്തതായിട്ട് വരുന്നത് ഒരു കുറ്റിച്ചെടിയാണ്. പ്രൈഡ് ഓഫ് ഇന്ത്യ. ഇതിനെ നമുക്ക് പോട്ടിലും നിലത്തും വളർത്താവുന്നതാണ്. നിലത്ത് വളർത്തി കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇതൊരു ട്രീ ആയി മാറാറുണ്ട്. 90 രൂപയാണ് പ്രൈസ്. അടുത്തത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ജെയ്ഡ് പ്ലാന്റ്. ഇതിനെ നമുക്ക് ബോൺസായി ആക്കി എടുക്കാനും സാധിക്കുന്നതാണ്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രിസ്മസ് കാറ്റസ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ 6 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. നന്നായിട്ട് നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന എന്നാൽ ഒരുപാട് ഉയരം വെച്ച് പോകാത്ത ഒരു വെറൈറ്റി കൂടിയാണിത്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ മണിമുല്ല പ്ലാന്റ് ആണ്. മണിമുല്ല പ്ലാന്റിൻ്റെ അത്യാവശ്യം മെച്ചുറായ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. പൂക്കളുള്ള പ്ലാന്റുകൾ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ. ഇപ്പോൾ ആ പൂവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി. അടുത്തതായിട്ട് കർട്ടൻ ക്രീപ്പറാണ്. കർട്ടൻ ക്രീപ്പറിനെ ഇതുപോലെ ചെയ്തിട്ടാൽ വളരെ ഭംഗിയാണ്. 50 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെഡ്ലാന്തസ് ആണ്. വെരിഗേറ്റഡ് ട്വിസ്റ്റഡ് പെഡ്ലാന്തസ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ ചെയ്തിടുന്നത് വളരെ ഭംഗിയായിരിക്കും. ഒരു ഹാഫ് ഇൻഡോറായി വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫയർ ക്രാക്കർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിനെ നമുക്ക് പോട്ടിലും നിലത്തും വളർത്താം. ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അത്യാവശ്യം മെച്ചുറായി നിൽക്കുന്ന പൂക്കളൊക്കെ ഉള്ള ഈ ഒരു പ്ലാന്റിന് 120 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് ഗാർലിക് വൈനാണ്. നമ്മുടെ പൂന്തോട്ടങ്ങളിലെയും വീടിൻ്റെ പരിസരത്തുമെല്ലാം പാമ്പിൻ്റെയും മറ്റ് ഇഴജന്തുക്കളുടെയും ശല്യം ഒഴിവാക്കാൻ ഈ പ്ലാന്റ് വളരെ നല്ലതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ലയുടെ ഡബിൾ പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഒരു കുറ്റിച്ചെടിയാണ്. ടൈഗർ അബൂട്ട്ലോൺ ആണ്. ഓറഞ്ച് ഷെയ്ഡിലുള്ള ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. എന്നാൽ പ്ലാന്റ് കിട്ടിയ ഉടൻ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതിന് പകരം അല്പം ഷെയ്ഡിൽ വെക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ അസേലിയയുടെ ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ്. റെഡ് കളർ പ്ലാന്റിന് 170 രൂപയാണ് പ്രൈസ് വരുന്നത്. പൂക്കളും മുട്ടുകളൊക്കെ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാവർക്കും അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഈ ഒരു ടൈപ്പിലുള്ള ക്രോട്ടൺ പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ്. പല വർണ്ണങ്ങളിലുള്ള ലീഫുകളാണ് ഇതിലുണ്ടാവുന്നത്. ഫസ്റ്റ് ഗ്രീൻ കളർ ആയിരിക്കും, പിന്നെ ഇത് പല ഷെയ്ഡുകളിലേക്ക് മാറി മാറി വരുന്നതാണ്. അടുത്തതായിട്ട് കമേലിയാണ്. കമേലിയയുടെ 5 ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ഓഫറിൽ റെഡ് കളറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 170 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതായിരിക്കും ഏകദേശം സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ബ്ലീഡിംഗ് ഹാർട്ട് ആണ്.
അതിൻ്റെ ഒരു കപ്പ് വരുന്നത് പിങ്ക് കളറിലും പൂക്കൾ നല്ല റെഡ് കളറിലുമാണ് ഉണ്ടാവുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ പീലിയ പ്ലാന്റ് ആണ്. ഹാഫ് ഇൻഡോറായി വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് പീലിയ പ്ലാന്റ്. ഇതിൻ്റെ ലീഫുകൾക്കാണ് കൂടുതൽ ഭംഗി. നമുക്ക് പോട്ടിലോ ഹാങ്ങിങ് പോട്ടിലോ സ്റ്റാൻഡ് പോട്ടിലോ ഒക്കെ നന്നായിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് പാണ്ഡൂരിയ ജാസ്മിനാണ്. ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവാതെ തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ്. അടുത്തതായിട്ട് പനാമ റോസാണ്. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് പനാമ റോസ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. പ്യുവർ വൈറ്റ് അല്ല, ഒരു ലെമൺ വൈറ്റ് ആണ്. ഡോഫ് വെറൈറ്റിയാണ്. അധികം ഹൈറ്റുള്ള പ്ലാന്റ്സുകളല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസിഫ്ലോറയാണ്. ചെറിയ പ്ലാന്റിൽ തന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് പാസിഫ്ലോറ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലെറോഡൻഡ്രോ ആണ്. ക്ലെറോഡൻഡ്രോത്തിൻ്റെ 2 ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പൂക്കൾ വൈറ്റ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ക്യാപ്പ് മെറൂൺ ഷെയ്ഡിലും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലുമുള്ള 2 കളേഴ്സും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് യൂഫോബിയാണ്. യൂഫോബിയയുടെ ഇൻഡോർ വെറൈറ്റിയാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾക്കാണ് 300 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഫൈക്കസ് റെപ്പൻസ് ആണ്. മതിലുകളിൽ പടർന്ന് കയറി നല്ല ഭംഗിയാക്കി നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ബ്ലാക്ക് സീസി പ്ലാന്റ്. ഇതിൻ്റെ ബുഷിയായ 4ഉം 5ഉം തണ്ടുകളൊക്കെയുള്ള പ്ലാന്റിനാണ് 320 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ബ്ലൂ തമ്പർജിയാണ്. ഒരുപാട് മെച്ചൂർ ആകുന്നതിന് മുമ്പ് തന്നെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബ്ലൂ തമ്പർജിയ. പെട്ടെന്ന് പടർന്ന് കയറി വളരുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് യൂഫോബിയയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഇതിൻ്റെ 4-5 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡ്വാഫ് വെറൈറ്റിക്ക് 260 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന പ്ലാന്റ്സുകളുടെ ഈ കളേഴ്സൊക്കെ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. 4 പ്ലാന്റുകൾ കോംബോ ആയി വാങ്ങിക്കുമ്പോൾ 1000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കോംബോ ആയി വാങ്ങിക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അടുത്തതായിട്ട് വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് വെറൈറ്റിയാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ ട്രയോസ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണ്. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്, വലിയ ടൈപ്പല്ല. ട്രയോസ്റ്റാറിന് 75 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ ഗോൾഡൻ ഫൈക്കസ് ആണ്. നല്ല യെല്ലോ കളർ ലീഫുകളോട് കൂടിയ ഈ ഒരു പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിരിക്കുമ്പോഴാണ് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ കാണപ്പെടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 180 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് യെല്ലോ ഫ്യൂഷനാണ്. ഇൻഡോറായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു കലാത്തിയ പ്ലാന്റാണ് യെല്ലോ ഫ്യൂഷൻ. ഇതിൻ്റെ ലീഫുകൾ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് ലെമൺ വൈൻ ആണ്. ക്രീപ്പറായും കുറ്റിച്ചെടിയായും വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ലെമൺ വൈൻ. എല്ലാ സമയങ്ങളിലും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഈ ലെമൺ വൈനിൽ പൂക്കളുണ്ടാകുന്നു. നെക്സ്റ്റ് വൺ റോബസ്റ്റ G90 വെറൈറ്റിയുടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ഇതിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത്. അടുത്തതായിട്ടൊരു ക്രീപ്പർ വെറൈറ്റിയാണ് വൈറ്റ് ഡെക്കോമയാണ്. ഇതിന് പോട്ടിലും വളർത്തിയെടുക്കാം. കുറ്റിച്ചെടിയായി നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ ഇതിൽ പൂക്കളുണ്ടാകുന്നു. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് പൊംഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ നല്ല ബുഷിയായ പ്ലാന്റുകൾക്ക് വെറും 120 രൂപയാണ് പ്രൈസ് വരുന്നത്. ഡ്രമ്മിലും നിലത്തുമെല്ലാം അനായാസം വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പൊംഗ്രാനൈറ്റ്. 120 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് റിബൺ ഗ്രാസ് ആണ്. ഇതിനൊരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്താവുന്നതാണ്. അടുത്തതായിട്ട് സ്ട്രോബെറി പ്ലാന്റ് ആണ്. സ്ട്രോബെറിയുടെ നല്ല വലിയ കായ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് പ്രൈസ് വരുന്നത്. മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ സെൻറ്റ് ജോൺസ് വേർട്ട് ആണ്. സെൻറ്റ് ജോൺസ് വേർട്ട് യെല്ലോ മെലസ്ട്രോമ എന്ന പേരിലും അറിയപ്പെടുന്നു. ചെറിയ പ്ലാന്റുകളിൽ തന്നെ നന്നായി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. ഒരുപാട് മെച്ചുറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ബൊഗൈൻവില്ലയുടെ ഈ ഒരു വൈറ്റ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ്. ഇതിന് 180 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത്. അടുത്തതായിട്ട് മൾബറി പ്ലാന്റ് ആണ്. നോർമൽ ടൈപ്പ് മൾബറി തന്നെയാണ്. എന്നാൽ ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് കായ പിടിക്കുന്നു. ഈ ഒരു സൈസിൽ പ്ലാന്റിൽ പോലും കായ ഉണ്ടായിട്ടുണ്ട്.
നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് നന്ദ്യാർ വട്ടം. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഈ ഒരു സൈസ് പ്ലാന്റിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് അക്കാലിഫ പ്ലാന്റാണ്. ഹാങ്ങിങ് പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ പോലും ഇതിൽ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബൊഗൈൻവില്ലയുടെ ഈ ഒരു പിങ്ക് കളറാണ്, ഒരു റാണി പിങ്ക്. ഇത് മുള്ളില്ലാത്ത വെറൈറ്റിയാണ്, പൂനെ വെറൈറ്റിയാണ്. 180 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ ക്യാറ്റ്സ് ക്ലോ ആണ്. ക്യാറ്റ്സ് ക്ലോവിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഓൾ സീസൺ പ്ലാന്റ് അല്ല ക്യാറ്റ്സ് ക്ലോ. വർഷത്തിൽ 1-2 തവണയാണ് ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നത്. 60 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഒരു കുറ്റിച്ചെടിയാണ്. എലിയോ കാർപ്പസ് എന്ന പ്ലാന്റ് ആണ്. ജിംകി കമ്മൽ എന്ന പേരിലും രുദ്രാക്ഷ ചെടി എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ട് ആണ്. വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ടിനെ നമുക്ക് ക്രീപ്പറായും കുറ്റിച്ചെടിയായും നിലത്തോ പോട്ടിലോ എല്ലാം വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചുകൊണ്ട് വളർത്തുകയാണെങ്കിൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളുണ്ടാകുന്നു. അടുത്തതായിട്ട് ടെക്കോമയുടെ ക്യാപ്പൻസിസ് വെറൈറ്റിയാണ്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് അയക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. ഇതിനെ ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടും അല്ലാതെ സ്റ്റാൻഡ് പോട്ടിലും വളർത്താവുന്നതാണ്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഗോൾഡ് ഫിഷ് പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് മർമലൈഡ് ബുഷാണ്. അത്യാവശ്യം പരിചരണം ആവശ്യമായൊരു പ്ലാന്റ് കൂടിയാണ് ഈ മർമലൈഡ് ബുഷ്. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മാറ്റി നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം ഈ മർമലൈഡ് ബുഷിനെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. 120 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് മെലസ്ട്രോമ പ്ലാന്റ് ആണ്. തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന, എല്ലാ സമയത്തും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് കൂടിയാണ് മെലസ്ട്രോമ പ്ലാന്റ്. 50 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് ബ്രൺഫെൽസിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. 3 കളറിൽ പൂക്കൾ തരുന്നത് കൊണ്ട് തന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ സെനീഷ്യോ ക്രീപ്പറാണ്. ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. നമ്മൾ അയച്ചു തരുന്ന ഈ ഒരു പ്ലാന്റ് സൈസിൽ പോലും കണ്ടില്ലേ, നിറച്ചും പൂക്കളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഡാലിയ പ്ലാന്റ്സ് ആണ്. വലിയ പൂക്കളുണ്ടാകുന്ന ഡാലിയ പ്ലാന്റ്സ് ഒന്നിന് 80 രൂപയാണ് പ്രൈസ്. ഇതുപോലെ മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് സ്നോ റോസിൻ്റെ മൾട്ടി പെറ്റൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും അല്പം മാറ്റി വെക്കുന്നതാണ് ഈ പ്ലാന്റിന് കൂടുതൽ ഗുണകരം. അടുത്തതായിട്ട് ബ്ലൂ ഡെയ്സിയാണ്. ബ്ലൂ ഡെയ്സിയുടെ മൾട്ടി പെറ്റൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റുകളാണ്. ഇതിന് 60 രൂപ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സീഡ്ലിങ്ങുകളാണ്. ഇതിനേക്കാളും അല്പം കൂടെ വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ യെല്ലോ അലമാണ്ടയാണ്. ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാത്ത ചെറിയ ലീഫ് ഉണ്ടാകുന്ന ഇതുപോലെ ബുഷിയായി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് ലില്ലിയം പ്ലാന്റ് ആണ്. ലില്ലിയത്തിൻ്റെ 2 കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റുകൾക്ക് 120 രൂപയാണ് പ്രൈസ്. അടുത്തത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രാഞ്ചിയയുടെ ഡോഫ് വെറൈറ്റി തന്നെയാണ് ഈ ഒരു ബ്ലൂ കളറിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലറാഡോണ്ടത്തിൻ്റെ 2 വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു വെറൈറ്റി ഗ്രീൻ കപ്പും വൈറ്റ് ഫ്ലവറോടും കൂടി വരുന്ന പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റാർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന കക്കാടമുല്ല പ്ലാന്റ് ആണ്. പൂക്കളൊക്കെ ആയി തുടങ്ങിയ നല്ല മെച്ചറായ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് വയലറ്റ് ജാസ്മിൻ ആണ്. എല്ലാ സമയങ്ങളിലും അടഞ്ഞ മഴക്കാലത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് 60 രൂപ തന്നെയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രൈനം ലില്ലിയാണ്. ക്രൈനം ലില്ലിയുടെ നല്ല മെച്ചറായ ബൾബുകളാണ്, ഈ ഒരു സൈസിലുള്ള ബൾബുകളാണ് 90 രൂപയ്ക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹണീസക്കിളാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് ഹണീസക്കിൾ. നെക്സ്റ്റ് വൺ റിബൺ ഗ്രാസ് ആണ്. ഹാങ്ങിങ് പോട്ടിലും വെർട്ടിക്കൽ പോട്ടിലൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയ, എന്നാൽ ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് കോഞ്ചിയ ക്രീപ്പറാണ്. ഇതിനെ പിങ്ക് പെട്രിയ എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഇത് വർഷത്തിൽ 1 തവണയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ പൂക്കൾ 6 മാസത്തോളം നിലനിൽക്കുന്നു. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായിട്ട് ഓൺ റൂട്ടഡ് റോസുകളാണ്. നാടൻ വെറൈറ്റി റോസുകൾക്ക് 60
രൂപയാണ് പ്രൈസ് വരുന്നത്. 4-5 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിൽ പൂക്കളായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കളേഴ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ബുഷിയായ പ്ലാന്റുകൾ തന്നെയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ബുഷാണ്. റിബൺ ബുഷ് ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതിനെ ഇതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിത്യഹരിത സസ്യമായി വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ലില്ലിയം പ്ലാന്റിൻ്റെ വൈറ്റ് ഫ്ലവറോട് കൂടിയ പ്ലാന്റാണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പൂക്കളായി നിൽക്കുന്ന പ്ലാന്റുകളാണ് അയക്കുന്നത്. അടുത്തതായിട്ട് മരാന്ത പ്ലാന്റാണ്. ഇതിനെ നമുക്ക് ഹാഫ് ഇൻഡോർ ആയി വളർത്തിയെടുക്കാവുന്നതാണ്. കലാത്തിയയുടെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് വെരിഗേറ്റഡ് തമ്പർജിയ പ്ലാന്റാണ്. തമ്പർജിയ കോക്സിനയുടെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ്. അടുത്തതായിട്ട് വരുന്നത് യെല്ലോ ടെക്കോമയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഡോഫ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കളുണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് കുറ്റിച്ചെടിയായിട്ട് അനായാസം വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ജിഫിയിൽ റൂട്ടാക്കിയ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. പൂക്കളെക്കാളും ഭംഗി ലീഫുകൾക്കാണ് ടൈഗർ ലിപ്സ്റ്റിക് പ്ലാന്റിനുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹോയ പ്ലാന്റ് ആണ്. ഹോയയുടെ റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റിന് ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഹോയ പ്ലാന്റിനെ ക്രീപ്പറായിട്ടും ഹാങ്ങിങ് പോട്ടിലും വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പെർക്കേറിയ പ്ലാന്റ് ആണ്. നല്ല ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് 150 രൂപയ്ക്ക് അയച്ചു തരുന്നത്. ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താവുന്നതാണ്. അടുത്തായിട്ട് തമ്പർജിയ കോക്സിന പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ വൈറ്റ് ഡെയ്സി പ്ലാന്റ് ആണ്. വൈറ്റ് ഡെയ്സി പ്ലാന്റിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയ പൂക്കളൊക്കെ ആവാൻ തുടങ്ങിയ പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലൂ പെട്രിയ പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് പോട്ടിലോ നിലത്തോ ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയ പ്ലാന്റ് ആണ്. നല്ല മെറൂൺ ഷെയ്ഡിലുള്ള ലീഫുകളോട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് പൂക്കളുണ്ടാകുന്നതല്ല, വെറും ലീഫി പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് വെരിഗേറ്റഡ് ബേബി സൺറോസ് ആണ്. ഇതിൻ്റെ ജിഫിയിൽ റൂട്ടാക്കിയ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ലീഫും പൂക്കളും ഒരുപോലെ ഭംഗിയുള്ളതാണ്. നെക്സ്റ്റ് വൺ യെല്ലോ മാൻഡിവില്ലയുടെ നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള പ്ലാന്റുമാണ്. നല്ല പ്രതിരോധ ശേഷിയുള്ള പ്ലാന്റ്സുകളും കൂടിയാണ്. അടുത്തതായിട്ട് വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ജിഫി പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത ചെറിയ ലീഫുകളും ചെറിയ പൂക്കളുമായിരിക്കും സാധാരണ ലിപ്സ്റ്റിക് പ്ലാന്റിനെ അപേക്ഷിച്ച്. നെക്സ്റ്റ് വൺ ഫിഷ് ബോൺ ക്യാറ്റസ് ആണ്. ഇതിൻ്റെ പൂക്കൾക്ക് നമ്മുടെ നൈറ്റ് ക്യൂണിൻ്റെ ഒക്കെ പൂക്കളോട് സാമ്യമുണ്ട്. ഇതുപോലെ ഫിഷ് ബോൺ പോലെ ഉള്ള ഒരു ലീഫി സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അടുത്തതായിട്ട് ബ്രൈഡൽ ബൊക്കറ്റാണ്. ബ്രൈഡൽ ബൊക്കറ്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരുപാട് മെച്ചർ ആകുന്നതിന് മുമ്പ് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് ബ്രൈഡൽ ബൊക്കറ്റ്. നെക്സ്റ്റ് വൺ ഹാങ്ങിങ് ആയിട്ടും സ്റ്റാൻഡ് പോട്ടിലും എല്ലാം വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണ്. പർപ്പിൾ പാഷൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ ലീഫിൻ്റെ ഒരു കളറിനോട് സാമ്യമുള്ള പേരാണ്. അടുത്തതായിട്ട് ഫയർ വർക്കാണ്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. വലിയ പൂക്കളും വലിയ ലീഫുകളുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ വരുന്നത് നാനോ പ്ലാന്റ് ആണ്. നാനോ പ്ലാന്റിൻ്റെ ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. 50 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് പിങ്ക് ഇക്സോറയാണ്. പിങ്ക് ഇക്സോറയുടെ നാടൻ വെറൈറ്റിയാണ്. പൂക്കളെല്ലാം ആയി തുടങ്ങിയ വലിയ പ്ലാന്റുകൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അടുത്തതായിട്ട് റിപ്സാലിസ് പ്ലാന്റ് ആണ്. മെറൂൺ ഷെയ്ഡ് ലീഫും ചെറിയ പേളുകളും ഉള്ള ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് റെഡ് ഇക്സോറയുടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള മെച്ചർ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത്. 85 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വലിയ പൂക്കളുണ്ടാകുന്ന നാടൻ വെറൈറ്റി ഇക്സോറകളാണ്. അടുത്തതായിട്ട് കാസിബൈ ഫ്ലോറയാണ്. എല്ലാ സമയങ്ങളും ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാകുന്ന ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എന്നാൽ ഹാർഡി ടൈപ്പ് ക്രീപ്പറാണ്. ബിഗ്നോണിയ പ്ലാന്റ് ആണ്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ ഒരു ഫ്രൂട്ടാണ്. റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്. 100 രൂപയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട്
സ്കൾ ക്യാപ് പ്ലാന്റ് ആണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു കുറ്റിച്ചെടി പ്ലാന്റ് ആണ്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ്. ഇത് നാടൻ വെറൈറ്റി പോലെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലെൻഡാനയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. എല്ലാ സമയങ്ങളിലും ഇതുപോലെ ബുഷിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ലെൻഡാനയുടെ ഈ ഒരു പിങ്ക് ടൈപ്പ്. ഇതൊരു ഡാഫ് വെറൈറ്റി കൂടിയാണ്. നെക്സ്റ്റ് വൺ മിനിയേച്ചർ ടൈപ്പ് പിങ്ക് ഇക്സോറ പ്ലാന്റ് ആണ്. ഒരുപാട് ഹൈറ്റ് വെക്കാതെ എന്നാൽ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന മിനിയേച്ചർ ഇക്സോറ പ്ലാന്റ്. പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ നാടൻ എസ്റ്റർഡേ ടുഡേ ആണ്. ഇത് വർഷത്തിൽ 2-3 തവണയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ് പൂക്കളുണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് യെല്ലോ ജാസ്മിൻ ആണ്. യെല്ലോ ജാസ്മിന് അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ്. എന്നാൽ പോട്ടിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. 60 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഏഞ്ചൽ ബിഗോണിയാണ്. പൂക്കളെക്കാളും ഭംഗി ലീഫിനാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഒരു ഹാഫ് പ്ലാന്റ്സുകളാണ് 50 രൂപയുടെ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. പ്ലാന്റ് കൂടിയാണ് ശംഖുപുഷ്പം. മാത്രമല്ല നല്ല ഔഷധ ഗുണമുള്ള പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഏഞ്ചലോണിയ പ്ലാന്റ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. മിനിമം 3 പ്ലാന്റ്സ് 100 രൂപയിൽ താഴെയുള്ള പ്ലാന്റ്സുകളാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 3 പ്ലാന്റ്സെങ്കിലും എടുത്താൽ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ ലഭിക്കുന്നത്. കോഡ് അവൈലബിൾ അല്ല. ഓക്കെ, താങ്ക് യു.